ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അംബികയാണ്. രമ്യ വിളിച്ച് രാജുവിനെ കാണുന്നില്ലെന്ന് പറയുമ്പോൾ ആകെ പേടിയോടെ നിൽക്കുകയാണ് അംബിക. തുടർന്ന് തന്റെ ഗുണ്ടകളെ വിളിച്ച് അടുത്തുള്ള റിസോർട്ടിൽ എത്രയും പെട്ടെന്ന് അവരെ അന്വേഷിക്കാനായി പറഞ്ഞു വിടുകയാണ് അംബിക. അതേസമയം റിസോർട്ടിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കാനൊരുങ്ങുകയായിരുന്നു രാജുവും ഋതികയും. അങ്ങനെ അവർ താഴേക്കിറങ്ങി വരുമ്പോൾ തന്നെയാണ് ആ ഗുണ്ടകള് റിസോർട്ടിന്റെ അകത്തേക്ക് കയറുന്നത്. ഗുണ്ടകളെ കണ്ടയുടൻ തന്നെ ഋതികയുമായി മറഞ്ഞു നിൽക്കുകയാണ് രാജു. തുടർന്ന് ആ ഗുണ്ടകൾ ചെന്ന മാനേജറിനോട് രാജുവിനെ ഋതികനെ പറ്റി അന്വേഷിക്കുമ്പോൾ രാജുവും ഋതികയും അവിടെ മറഞ്ഞു നിൽക്കുന്നത് മാനേജർ കാണുന്നു. അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ലെന്നും നിങ്ങളുടെ ഗുണ്ടായിസമൊന്നും ഇവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാനേജർ ആ ഗുണ്ടകളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. തുടർന്ന് രാജുവും ഋതികയും നന്ദി പറയുമ്പോൾ നിങ്ങളും എൻ്റെ മക്കളെപ്പോലെ എന്നെ തേച്ചല്ലേ എന്ന് മാനേജർ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമല്ല സാർ കാര്യങ്ങള്, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് രാജു പറയാൻ ആരംഭിക്കുമ്പോഴേക്കും മാനേജർ പറയുകയാണ്, വേണ്ട, നിങ്ങളെ കണ്ടിട്ട് പ്രശ്നമുള്ളവരാണെന്ന് തോന്നുന്നതേയില്ല. എന്താണെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് തന്നെയാകും നല്ലത്. പിന്നെ വീട്ടുകാരുടെ കണ്ണീര് കാണാതെ കല്യാണം കഴിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളെന്ന് പറഞ്ഞുകൊണ്ട് രാജുവിനെയും മൃതികയും മാനേജർ യാത്രയാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അംബിക വീട്ടിലെത്തിയിരിക്കുന്നതാണ്. അംബികയെ കണ്ടയുടൻ തന്നെ ഞെട്ടലോടെ നിൽക്കുകയാണ് യാമിനി. ഋതിക എവിടെയെന്ന് യാമിനിയോട് അംബിക ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് യാമിനി. തുടർന്ന് ഋതികയുടെ മുറിയിലേക്ക് ചെന്ന് കതകിൽ തട്ടുകയാണ് അംബിക. ഋതിക കഥക് തുറക്കാത്തത് കണ്ടിട്ട് അംബിക പറയുകയാണ്, യാമിനി, നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ ഇതെല്ലാം. തുടർന്ന് അംബിക ദീപകിനെ വിളിപ്പിക്കുകയാണ്. ദീപകെ, ഈ മുറി അകത്തുനിന്നാണോ പൂട്ടിയത് പുറത്തുനിന്നാണോ പൂട്ടിയതെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. അവൾ ഇതിന്റെ അകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. നീ കഥക് ചവിട്ടിപ്പൊളിക്കാനായി പറയുകയാണ് അംബിക. തുടർന്ന് ദീപക് കഥക് ചവിട്ടിപ്പൊളിക്കാനായി ഓടിയെത്തുമ്പോഴേക്കും ഋതിക കഥക് തുറക്കുകയാണ്. തുടർന്ന് മൂക്കിടിച്ച് താഴേക്ക് വീഴുന്ന ദീപകിനെയാണ് കാണിക്കുന്നത്. ഞാൻ ഇത്രയും നേരം നിന്നെ വിളിച്ചതൊന്നും നീ കേട്ടില്ലായിരുന്നോ എന്ന് അംബിക ചോദിക്കുമ്പോൾ ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയിരുന്നെന്നും കേട്ടില്ലെന്നും ഋതിക പറയുന്നു. തുടർന്ന് അംബിക ദീപകിനെയും കൊണ്ട് അവിടെ നിന്ന് പോയതിനു ശേഷം പൊട്ടിച്ചിരിക്കുന്ന ഋതികയും യാമിനെയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. രാജുവിനെ അന്വേഷിച്ച് രമ്യ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജു ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന് പ്രിയ പറയുമ്പോൾ രമ്യ പറയുകയാണ്, അവർ രണ്ടുപേരും കൂടിയാ ഇന്നലെ പോയതെന്ന് എനിക്കൊരു ചെറിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവര് രാജുവിന്റെ ഋതികയുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജു അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നെന്ന് പ്രിയ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജോലിപരമായിട്ട് പല തിരക്കുകൾ ഉണ്ടാകുമെന്നും ചിലപ്പോൾ ചില രാത്രികളിൽ ഞാൻ വന്നില്ലെന്നുണ്ടാകുമെന്നും രാജു തീർത്ത് പറയുന്നു. ആ മന്ത്രിയുടെ മകളുമായിട്ട് കറങ്ങി നടക്കുന്നതാണോ നിങ്ങളുടെ ജോലി തിരക്കെന്ന് രമ്യ ചോദിക്കുമ്പോൾ രാജു ദേഷ്യത്തോടെ പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ഇതുവരെ ആർക്കും അനുവാദമൊന്നും കൊടുത്തിട്ടില്ല. അതേസമയം അംബിക രാജുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എല്ലാവരും ഉണ്ടല്ലോ, എന്താ ഒരു ഡിസ്കഷൻ എന്ന് അംബിക ചോദിക്കുമ്പോൾ ഒന്നുമില്ല മേഡം, ഞങ്ങളിങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് കൊച്ചമ്മണി പറയുന്നു. എന്താ രാജു, നല്ല ക്ഷീണമുണ്ടല്ലോ, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എന്ന് അംബിക ചോദിക്കുന്നു. ഇന്നലെ രാത്രി ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു മേഡം, അതുകൊണ്ട് ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് രാജു പറയുമ്പോൾ അപ്പോൾ ഇന്നലെ രാജു ഇവിടെ ഇല്ലായിരുന്നു അല്ലേ എന്ന് അംബിക ചോദിക്കുന്നു. അല്ല, കൂട്ടുകാരന്റെ വീട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ ശാസ്തമംഗലം എന്ന് രാജു പറയുന്നു. ഇത് കേൾക്കുന്ന അംബിക വണ്ടി തൊട്ടു നോക്കി പറയുകയാണ്, വണ്ടി നല്ല ചൂടായിട്ടുണ്ടല്ലോ, കുറെ ദൂരം ഓടിയതുപോലെയുമുണ്ട്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വേണുവും രാധമ്മയും. പഴയ വണ്ടിയല്ലേ മേഡം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാകും. അല്ല മേഡം, എന്തെങ്കിലും കാര്യത്തിന് വന്നതാണോ എന്ന് വേണു ചോദിക്കുമ്പോൾ അത് പിന്നെ രമ്യയുടെ ഒരു വീട് വിൽക്കാനുണ്ടെന്നറിഞ്ഞെന്നും അതിനുവേണ്ടി വന്നതാണെന്നും അംബിക പറയുന്നു. തുടർന്ന് രമ്യയെ വിളിച്ചുകൊണ്ട് അംബിക അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പത്മാവതിയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ദീപക് ചെല്ലുന്നതാണ്. ഞാനേ ഒരു മംഗളകാര്യം നടത്താൻ പോവുകയാ, അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാ ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് ദീപക് പറയുമ്പോൾ അതൊക്കെ ഞാൻ എന്തിനാ അറിയുന്നതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് പത്മാവതി. ഞാനേ പത്മാവതി അമ്മായിയുടെ മരുമകനാകാൻ പോവുകയാണെന്ന് ദീപക് പറയുമ്പോൾ ദേഷ്യത്തോടെ ദീപകിനെ ആട്ടുകയാണ് പത്മാവതി. എടാ, നിനക്ക് സമാനമായി കിട്ടിയ ഒരു കൊച്ചും ഒരു ഭാര്യയും വീട്ടിലുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ മുകളിൽ പുറകെ നടക്കുന്നത്? ആ കുഞ്ഞിനെ കാണാൻ നിന്നെപ്പോലെ തന്നെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞെന്നും പത്മാവതി പറയുമ്പോൾ നിങ്ങളെൻ്റെ അമ്മായിയായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തല്ലിയേനെയെന്ന് ദേഷ്യത്തോടെ ദീപക് പറയുന്നു. നീ എൻ്റെ മകളെ കെട്ടുമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോടാ, എന്നിട്ട് എന്തായി? നീ പറഞ്ഞല്ലോ നിന്റെ അമ്മ ഭയങ്കര യോഗിയാണെന്ന്. യോഗ്യതയുള്ള നിന്റെ അമ്മയോട് നീ പോയി ചോദിക്കണം മഹാദേവവർമ്മ ആരാണെന്ന്. നീ ചെന്ന് ചോദിക്ക്. നിന്റെ അമ്മ പറയുന്ന ഉത്തരവുമായിട്ട് നീ എൻ്റെ മുന്നിലേക്ക് വാ. എന്നിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് പത്മാവതി ചിരിക്കുമ്പോൾ സംശയത്തോടെ വീട്ടിലേക്ക് പോകുന്ന ദീപകിനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.